ഹായ് എവ്രി വൺ, അമ്മ വൈബ്സിൻ്റെ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് പോം സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഇംഗ്ലീഷ് പോം റിസൈറ്റ് ചെയ്യേണ്ടത്. കാരണം മലയാളം പോം റിസൈറ്റ് ചെയ്യുന്നത് പോലെയല്ല ഇംഗ്ലീഷ് പോം. ഓരോന്നിനും ഓരോ ശൈലിയുണ്ട്, നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. 3 കാര്യങ്ങളാണ്. ആദ്യത്തേത് പ്രനൻസിയേഷൻ അഥവാ ഉച്ചാരണം. ഒരു ഇംഗ്ലീഷ് പോയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രനൻസിയേഷൻ. ഓരോ വേർഡിൻ്റെയും ഉച്ചാരണം ശരിയായ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റേജിൽ കയറുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു സോണറ്റിലെ കുറച്ച് വരികളാണിത്. My mistress' eyes are nothing like the sun. Coral is far more red than her lips red. ഇതിലെ ഓരോ വേർഡും ശ്രദ്ധിച്ചേ. ഞാനിവിടെ അമേരിക്കൻ ആക്സെൻ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് ബ്രിട്ടീഷ് ആക്സെൻറ്റോ അമേരിക്കൻ ആക്സെൻറ്റോ ആഡ് ചെയ്യാം, അത് കുഴപ്പമില്ല. പക്ഷേ കറക്റ്റായിട്ടുള്ള ഫോണറ്റിക് സ്ക്രിപ്റ്റ് പഠിച്ചവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർക്ക് അത് കേട്ട് മനസ്സിലാക്കി വീഡിയോസിലൂടെ കണ്ടോ അറിയാവുന്നവരോട് ചോദിച്ചോ മനസ്സിലാക്കി മാത്രം ചെയ്യുക. ഉച്ചാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പ്രഷൻ. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സ്പ്രഷൻ. ഫേഷ്യൽ എക്സ്പ്രഷനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോന്നും പറയുമ്പോൾ, അതായത് സാഡ്നെസ്, ദുഃഖമാണെങ്കിൽ, സന്തോഷമാണെങ്കിൽ, അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഫിയറോ എന്ത് തന്നെയാണെങ്കിലും മുഖത്തത് പ്രകടമാകണം. എന്നാൽ മാത്രമേ റിസൈറ്റ് ചെയ്യുന്നതിൻ്റെ ടോൺ മനസ്സിലാവുകയുള്ളൂ. സോ എക്സ്പ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മൾ സെക്കൻഡ് പറഞ്ഞ ആ ടിപ്പെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ഇൻറ്റൊണേഷൻ, അതായത് റൈസ് ആൻഡ് ഫോൾ ഓഫ് വോയിസ്. ഒരു വോയിസിൻ്റെ ഉയർച്ചയും താഴ്ചയും, പിച്ചിലേക്ക് പോകുന്നത് ഹൈ പിച്ചിലേക്ക്, പിന്നെ അത് താഴ്ന്നു വരിക. പോയത്തിലെ ഓരോ വേർഡും അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മുകളിലേക്കും താഴേക്കുമായിട്ട് വരുന്നു. മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദി സൺ. ഇവിടെ ഇൻറ്റൊണേഷൻ ശ്രദ്ധിക്കാം. വോയിസ് ഇങ്ങനെ ഉയർന്നു വരാം, താഴ്ന്നു വരാം. അത് അക്കോർഡിംഗ് ടു ദ പോയം, പോയത്തിൻ്റെ രീതി അനുസരിച്ച്, പോയത്തിൽ ഏത് സിറ്റുവേഷനാണോ അതനുസരിച്ച് വേണം നമ്മുടെ ഇൻറ്റൊണേഷൻ വരാനായിട്ട്. റൈസ് ആൻഡ് ഫോൾ ഓഫ് വോയിസ് ആണ് ഇൻറ്റൊണേഷൻ എന്ന് പറയുന്നത്, ഉയർച്ചയും താഴ്ചയും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ പോയം റിസൈറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോയം സ്റ്റേജിൽ റിസൈറ്റ് ചെയ്യുക. ഉറപ്പായും നിങ്ങൾക്ക് ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്താവുന്നതാണ്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.